السلام عليكم ورحمة الله وبركاته. عن عقبة بن عامر رضي الله عنه قال لي رسول الله صلى الله عليه وسلم: ألا أعلمك خير ثلاث سور أنزلت في التوراة والإنجيل والزبور والقرآن العظيم؟ قلت بلى. قال: فأقرأني قل هو الله أحد وقل أعوذ برب الفلق وقل أعوذ برب الناس. ثم قال لي: يا عقبة لا تنسهن ولا تبت ليلة حتى تقرأهن. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുർആനിലും സബൂറിലും ഇൻജീലിലും തൗറാത്തിലും ഇറക്കപ്പെട്ട സൂറത്തുകളിൽ ഏറ്റവും ഉത്തമമായ 3 സൂറത്തുകളെ നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? ഞാൻ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഈ സൂറത്തുകൾ ഓതിത്തന്നു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ ഉഖബ, ഈ 3 സൂറത്തുകളെ നീ മറക്കരുത്. ഇവകളെ പാരായണം ചെയ്യുന്നത് വരെ രാത്രിയിൽ ഉറങ്ങുകയും ചെയ്യരുത്. ഇവയിൽ ആദ്യത്തേത് സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ്. ഇതിന് അത്തൗഹീദ് എന്നും അൽ അസാസ് എന്നും പറയപ്പെടുന്നു. വഹിയ തഅദിലു സുലുസൽ ഖുർആൻ. ഇഖ്ലാസ് സൂറത്ത് ഖുർആനിൻ്റെ 1/3 കടപിടിക്കുന്ന സൂറത്താണ്. കാരണം 3 ഭാഗങ്ങളായിട്ടാണ് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടത്. 1 ഹുക്മുകൾ, 2 കരാറുകളും മുന്നറിയിപ്പുകളും, 3 ഇസ്മുകളും വിശേഷണങ്ങളും. ഇഖ്ലാസ് സൂറത്തിൽ ഇസ്മുകളും പ്രത്യേകമായ വസ്മുകളും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഈ സൂറത്ത് 3 പ്രാവശ്യം പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഖത്മുൽ ഖുർആൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ വിരിപ്പിലേക്ക് ചെന്നാൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഈ 3 സൂറത്തുകളും പാരായണം ചെയ്ത് കയ്യിൽ ഊതി ശരീരത്തിൽ കൈ എത്തുന്ന എല്ലാ ഭാഗത്തും തടവുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ശൈത്താൻ്റെ ഒരു ശർറും ഉണ്ടാകുകയില്ല. ധാരാളം ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഈ സൂറത്ത് കഴിയുന്നത്ര വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടാനും അതിലൂടെ സ്വർഗം കരസ്ഥമാക്കാനും ശ്രമിക്കുക. സർവശക്തൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.